എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക ഭക്ഷ്യദിനത്തെക്കുറിച്ചും ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തെക്കുറിച്ചുമാണ്. എന്നാണ് ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്? ഒക്ടോബർ 16-ന്. അതിനൊരു കാരണമുണ്ട്. അതായത് 1945 ഒക്ടോബർ 16-ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ കാർഷിക സംഘടന ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO എന്ന് പറയും, അത് രൂപീകരിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1979 മുതൽ ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഐക്യരാഷ്ട്ര സംഘടനയിലെ എല്ലാ രാജ്യങ്ങളും ഈ ദിനം ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ലോകമെമ്പാടുമുള്ള വിശപ്പില്ലാതാക്കുക, അതായത് സീറോ ഹങ്കർ, പോഷകാഹാരക്കുറവ് കുറയ്ക്കുക, സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുക, ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക. കൂടാതെ ഭക്ഷണം പാഴാക്കാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. 2026 ലോക ഭക്ഷ്യദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് നോക്കാം. മെച്ചപ്പെട്ട ജീവിതത്തിനും മികച്ച ഭാവിക്കുമായി ഭക്ഷണത്തിനുള്ള അവകാശം. മെച്ചപ്പെട്ട ജീവിതത്തിനും മികച്ച ഭാവിക്കുമായി ഭക്ഷണത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫുഡ്സ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. ഇനി 2025 സന്ദേശം എന്തായിരുന്നു എന്ന് നോക്കാം. 2025 സന്ദേശം മെച്ചപ്പെട്ട ഭക്ഷണത്തിനും മെച്ചപ്പെട്ട ഭാവിക്കുമായി കൈകോർക്കാം. ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. മെച്ചപ്പെട്ട ഭക്ഷണത്തിനും മെച്ചപ്പെട്ട ഭാവിക്കുമായി കൈകോർക്കാം. ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ്സ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ. ഇനി 2024 ലോക ഭക്ഷ്യദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? മെച്ചപ്പെട്ട ജീവിതത്തിനും മികച്ച ഭാവിക്കുമായി ഭക്ഷണത്തിനുള്ള അവകാശം. മെച്ചപ്പെട്ട ജീവിതത്തിനും മികച്ച ഭാവിക്കുമായി ഭക്ഷണത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫുഡ്സ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. അടുത്തതാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ജൂൺ 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം പ്രാധാന്യം നൽകുന്നത്. എന്തിനാണ്? ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം, വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെ ബോധവൽക്കരണം നടത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് ഈ ദിനം സമർപ്പിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെ ബോധവൽക്കരണം നടത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് ഈ ദിനം സമർപ്പിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ 2018 ഡിസംബറിലാണ് ഭക്ഷ്യസുരക്ഷാ ദിനം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ദിനാചരണം എന്നായിരുന്നു? 2019 ജൂൺ 7 ഇതിൻ്റെ ആദ്യത്തെ ദിനാചരണം. അതായത് ആദ്യമായി ഫുഡ് സേഫ്റ്റി ഡേ ആചരിച്ചു തുടങ്ങിയത് 2019 ജൂൺ 7. കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. സുരക്ഷിതമല്ലാത്ത ആഹാരം വഴി പകരുന്ന രോഗങ്ങൾ തടയുക, ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക. സുരക്ഷിതമല്ലാത്ത ആഹാരം വഴി പകരുന്ന രോഗങ്ങൾ തടയുക, ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക. ലോക ആരോഗ്യ സംഘടന WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഭക്ഷ്യ കാർഷിക സംഘടന ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, ഈ രണ്ട് സംഘടനകളും സംയുക്തമായിട്ടാണ് ഈ ഫുഡ് സേഫ്റ്റി ഡേക്ക് നേതൃത്വം നൽകുന്നത്. ഇതിനൊരു സ്ഥിരം മുദ്രാവാക്യമുണ്ട്: ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തം. ഫുഡ് സേഫ്റ്റി എവരി വൺസ് ബിസിനസ് എന്നുള്ളത് ഇതിൻ്റെ ഒരു സ്ഥിര മുദ്രാവാക്യമാണ്. ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ സ്ഥിര മുദ്രാവാക്യമാണ് ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഫുഡ് സേഫ്റ്റി എവരി വൺസ് ബിസിനസ്. ഇനി ഇതിന് 2025 പ്രമേയം എന്തായിരുന്നു നോക്കാം. ഭക്ഷ്യസുരക്ഷ ശാസ്ത്രം പ്രായോഗിക തലത്തിൽ. ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. 2025 പ്രമേയം എന്താണ്? ഭക്ഷ്യസുരക്ഷ ശാസ്ത്രം പ്രായോഗിക തലത്തിൽ. 2024 പ്രമേയം എന്തായിരുന്നു? ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിത സംഭവങ്ങൾ നേരിടാൻ തയ്യാറെടുക്കാം. ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിത സംഭവങ്ങൾ നേരിടാൻ തയ്യാറെടുക്കാം. ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ്. 2023 പ്രമേയം എന്തായിരുന്നു? ഭക്ഷണ മാനദണ്ഡങ്ങൾ ജീവൻ രക്ഷിക്കുന്നു. ഭക്ഷണ മാനദണ്ഡങ്ങൾ ജീവൻ രക്ഷിക്കുന്നു.
ഫുഡ് സ്റ്റാൻഡേർഡ് സേവ്സ് ലൈവ്സ്. ഭക്ഷ്യസുരക്ഷാ നിയമം. ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം FSS ആക്ട് 2006 പാസാക്കി. ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയായ FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 2011 ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. FSSAIയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2011 നിലവിൽ വരുന്നത്. ഭക്ഷ്യസുരക്ഷാ ഇൻഡെക്സിൽ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആഗോള ഭക്ഷ്യസുരക്ഷാ സൂചിക ഇത് പുറത്തിറക്കുന്നത് ഇക്കണോമിസ്റ്റ് ഇമ്പാക്റ്റ് ആണ്. ആഗോള ഭക്ഷ്യസുരക്ഷാ സൂചിക പുറത്തിറക്കുന്നത് ഇക്കണോമിസ്റ്റ് ഇമ്പാക്റ്റ് ആണ്. എല്ലാവരും ഭക്ഷ്യദിനത്തെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷാ ദിനത്തെക്കുറിച്ചും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.